ഡൈ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക. വർഷങ്ങളായി ഡൈ ഉപയോഗിച്ച് തലമുടി കറുപ്പിച്ച 50-കാരിക്ക് കരൾ വീക്കം. ഇവർക്ക് 30 വയസ്സുള്ളപ്പോഴാണ് ആദ്യമായി തലയിൽ നരച്ച മുടി പ്രത്യക്ഷപ്പെട്ടത്. സംഭവം കാര്യമാക്കാതിരുന്ന ഇവർ നരച്ച മുടികൾ തെരഞ്ഞുപിടിച്ച് പറിച്ചുകളയുകയും ചെയ്തു. ഇവർക്ക് 40 വയസ്സായപ്പോൾ നരച്ച മുടികൾ വീണ്ടും ധാരാളമായി പ്രത്യക്ഷപ്പെടാൻ ആരംഭിച്ചു. നെറ്റിയുടെ ഇരുവശവുമാണ് ഇത് കൂടുതലായി കാണപ്പെട്ടത്. വൈകാതെ ഇവർ മറ്റെല്ലാ സ്ത്രീകളും ചെയ്യുന്നതുപോലെ തലമുടി കറുപ്പിക്കുവാൻ ആരംഭിച്ചു. കഴിഞ്ഞ 10 വർഷങ്ങളായി എല്ലാ മാസവും തലമുടി കറുപ്പിക്കുന്ന ഇവർ കഴിഞ്ഞ ദിവസം വീടിനുള്ളിലെ നട കയറി ബെഡ്റൂമിനുള്ളിലേക്ക് പോയപ്പോൾ ശാരീരികാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ശ്വസിക്കാൻ ബുദ്ധിമുട്ടുകയും ചെയ്തു. പെട്ടെന്ന് സമീപത്ത് വന്ന ഭർത്താവ് ഇവരുടെ ത്വക്കിന്റെ നിറം മഞ്ഞയായി മാറുന്നതും ശ്രദ്ധിച്ചു. ഉടൻ തന്നെ അദ്ദേഹം ഇവരുമായി ആശുപത്രിയിലെത്തി. തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഇവരുടെ ശരീരത്തിലെ ബിലിറുബിന്റെ അളവ് വളരെയധികം കുറഞ്ഞതായി കണ്ടെത്തിയത്. മദ്യപിക്കുന്ന വ്യക്തിയാണോ ഇവർ എന്നതുൾപ്പെടെ കരൾ രോഗം വരുവാൻ സാധ്യതയുള്ള വിവിധ തരത്തിലുള്ള ശീലങ്ങളെപ്പറ്റി ഡോക്ടർമാർ ഇവരോട് ചോദ്യമുന്നയിച്ചു. എന്നാൽ ഇത്തരം ശീലങ്ങളൊന്നുമില്ലാതിരുന്ന ഇവരുടെ മറുപടി ഡോക്ടർമാരെ വീണ്ടും കുഴയ്ക്കുകയായിരുന്നു. തുടർന്ന് ഇവരോട് സംസാരിക്കുന്നതിനിടയിലാണ് കഴിഞ്ഞ 10 വർഷങ്ങളായി തലമുടി കറുപ്പിക്കുന്ന തന്റെ ശീലത്തെക്കുറിച്ച് ഇവർ ഡോക്ടർമാരോട് പറഞ്ഞത്. കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയ ഡോക്ടർമാർ ഈ തലമുടി കറുപ്പിക്കുന്ന മരുന്നിലെ കെമിക്കൽസാണ് ഇവരുടെ പ്രശ്നത്തിന് കാരണമെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. പിന്നീട് തുടർച്ചയായി 20 ദിവസങ്ങൾ നടത്തിയ ചികിത്സയിൽ ഇവരുടെ ആരോഗ്യനില ഭേദപ്പെടുകയായിരുന്നു. എന്നാൽ ഈ കെമിക്കലുകൾ ഇവരുടെ ശരീരത്തിൽ നൽകിയ പ്രശ്നങ്ങൾ പൂർണ്ണമായി ഭേദമാക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ ഡോക്ടർമാർ ഇവരിൽ ക്യാൻസർ ബാധിക്കുന്നതിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണെന്നും പറഞ്ഞു. യാതൊരു കാരണവശാലും ആരും സ്ഥിരമായി തലമുടി കറുപ്പിക്കരുതെന്നും ഈ മരുന്നുകളിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കലുകൾ ആരോഗ്യത്തിന് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നും ക്യാൻസർ പോലുള്ള മാരകരോഗങ്ങൾ ഇതുപയോഗിച്ചാൽ ബാധിക്കുമെന്നും ഇവരെ പരിശോധിച്ച ഡോക്ടർമാർ അറിയിച്ചു.